അപ്പോൾ എല്ലാവർക്കും ബിഗ് ലേണിംഗിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റലിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്കിന്ന് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫെറസ് മെറ്റീരിയൽസ് മെറ്റൽ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൽ കുക്കിംഗ് വരുന്നുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇലക്ട്രോണിക്സ്, ക്ലോത്തിങ്, ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഫെറസ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെറസ് മെറ്റീരിയൽസ് എന്ന് പറയാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എന്താണ് പിഗ് അയൺ ഓർ? ഓക്കെ. അപ്പൊ എന്താണ് വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പിഗ് അയൺ ഓർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതില് ബേക്കിംഗ് ഉണ്ട്, സ്മെൽറ്റിംഗ്, ഫ്രീസിങ് ആൻഡ് ബോയിലിംഗ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇതിൽ ഇപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ ഇപ്പൊ ഏതാണെന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അല്ലെ. ഇപ്പൊ ഫ്രീസിങ്, ബോയിലിംഗ്, ബേക്കിംഗ് എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് എന്തായിരിക്കും? സ്മെൽറ്റിംഗ് ആയിരിക്കും ആൻസർ വരിക അല്ലെ. സ്മെൽറ്റിംഗ്. ഓക്കെ. അപ്പോ എന്താണ്? ഓക്കെ. ആൻസർ വരുന്നത് സ്മെൽറ്റിംഗ് ആണ്. അപ്പൊ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ നമ്മള് പിഗ് അയൺ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ. അയണിന്റെ ഓറിൽ നിന്ന് നമ്മൾ പിഗ് അയൺ ഉണ്ടാക്കുന്നത് എന്ത് ഫർണസ് വെച്ചിട്ടായിരിക്കും? നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? Smelting is a process that extract metal from ore by heating them to high temperature in furnace and in the presence of chemical reducing agent. Okay, like എന്താണ്? കോക്ക് ആൻഡ് കാർബൺ. ഓക്കെ. അപ്പൊ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു എക്സ്ട്രാക്ടിങ് പ്രോസസ് ആണ് അല്ലെ. എന്നുവെച്ചാൽ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ് എന്താ പറയാ? സ്മെൽറ്റിംഗ് എന്ന് പറയാ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? വിത്ത് ഹൈ ടെമ്പറേച്ചറും പിന്നെ ആരുടെ പ്രസൻസ് ഓഫ് എന്താണ് കുറച്ച് കെമിക്കൽ ഏജൻസിന്റെ പ്രസൻസിലും. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? കോക്ക് ആൻഡ് കാർബൺ. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിഗ് അയണിന് വേണ്ടിയിട്ട് നമ്മൾ പിഗ് അയൺ എന്നുള്ള എന്താ പറയാ ഫർണസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് കോക്ക് ഇൻ ദ അയൺ പ്രൊഡക്ഷൻ? എന്താണ് അയൺ പ്രൊഡക്ഷൻ പ്രോസസ്? അപ്പൊ നോക്കാം ഏതൊക്കെയാണ്. ഓപ്ഷൻ എ വരുന്നത് ആഡിങ് കളർ ടു അയൺ. ബി എന്ന് പറയുമ്പോൾ എന്താ? പ്രൊവൈഡിങ് നെസസറി ഹീറ്റ് ഫോർ റിഡക്ഷൻ. അപ്പോ സി എൻഹാൻസിങ് അയൺ ടേസ്റ്റ്. ഡി ഫോർ ഇംപ്രൂവിങ് അയൺ ടേസ്റ്റ്. ഓക്കെ. ഇതിലെന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോക്കിന്റെ കാര്യമാണ് അല്ലെ. ദ റോൾ ഓഫ് കോക്ക് ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്യൂവൽ. ഓക്കെ. എന്താണ് കോക്ക് എന്ന് പറയുന്നത്? ഈ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ആണ്. എന്താണ്? ദ ഫ്യൂവൽ ദാറ്റ് പ്രൊവൈഡ് ദ ഹീറ്റ് നീഡഡ് ഫോർ ദ റിഡക്ഷൻ പ്രോസസ്. അപ്പൊ എന്താ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരികയാണ് അല്ലെ. അപ്പൊ റെഡ്യൂസിങ് പ്രൊഡക്ട്സിന് എന്താണ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിലെന്താണ്? കാർബൺ ഫ്രം കോക്ക് ഇൻ ദ ഫോം ഓഫ് കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് അയൺ ഓർ ടു ടേൺ ഇൻ ടു അയൺ. മനസ്സിലായോ? അപ്പൊ എന്താണ്? അയൺ ഓറിൽ എന്താണ് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൽ നിന്ന് അയൺ കിട്ടുന്നത്. അപ്പൊ കോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്യൂവൽ ആണ്. ഓക്കെ. ഇൻ എന്താണ് അയൺ എക്സ്ട്രാക്ടിങ് പ്രോസസ്സിൽ. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് പ്രൊവൈഡിങ് നെസസറി ഹീറ്റ് ഫോർ റിഡക്ഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്ലെക്സ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഓപ്ഷൻ? എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എ ഇൻക്രീസിങ് ദ ഓർസ് ഹാർഡ്നെസ്, ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ, ആഡിങ് കാർബൺ കണ്ടന്റ് ടു ദ ഓർ, ഇംപ്രൂവിംഗ് ദ ഓർസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എന്താണ്? അപ്പൊ ഫ്ലെക്സിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ സബ്സ്റ്റൻസ് ആഡഡ് ടു ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ അതിനെയാണ് ഇപ്പൊ ബ്ലാസ്റ്റ് ഫർണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിഗ് അയൺ എക്സ്ട്രാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്? എ മിനറൽ സബ്സ്റ്റൻസ്
ആഡ് ടു ബ്ലാസ്റ്റ് ഫർണസ്, അതിലേക്ക് ആഡ് ചെയ്യുന്ന മിനറൽ സബ്സ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയാ, ഫ്ലെക്സ് എന്ന് പറയാ. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ. ഓക്കെ, എന്താണ് ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ, പിന്നെന്താ കമ്പൈൻസ് വിത്ത് നോൺ മെറ്റാലിക് പാർട്ട് ഓഫ് ദ ഓർ ഫോമിംഗ് മോൾട്ടൺ സ്ലാഗും. അതുപോലെ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ, ലൈം സ്റ്റോൺ ഇസ് കോമൺലി യൂസസ് ഫ്ലെക്സ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. എന്താണ് ലൈം സ്റ്റോൺ ആണ്. അപ്പോൾ എന്താണ് അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ. അപ്പൊ ഇതിൽ വരുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ ആണ് ഇത് ഫ്ലക്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ലൈം സ്റ്റോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സ്മെൽറ്റിംഗ് പ്രോസസ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് എന്താണ്, പിഗ് അയൺ ആണ്. അപ്പൊ അടുത്തൊരു ഇത് കുപ്പോള ഫർണസ് എന്തിനായിരിക്കും? ഓക്കെ, കുപ്പോള ഫർണസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കുപ്പോള ഫർണസ് ഉപയോഗിക്കുന്നത് കാസ്റ്റ് അയണിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോഴ്സിങ് ദ ഹോട്ട് ബ്ലാസ്റ്റ് ഇൻ ടു ഫർണസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ വരുന്നത് സ്റ്റാക്ക് ഉണ്ട്, ത്രോട്ട്, ട്യൂയേഴ്സ് ആൻഡ് ബോഷ് ഹെർത്ത്. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ട്യൂയേഴ്സ് ആണ്. അപ്പൊ എന്താണ് ട്യൂയർ ഈസ് എ ട്യൂബ്, നോസിൽ ഓർ പൈപ്പ് ത്രൂ വിച്ച് എയർ ഈസ് ബ്ലോ ഇൻ ടു ഫർണസ് ഓർ ഹെർത്ത്. ഓക്കെ, അപ്പൊ എന്താണ് ഹോട്ട് എയറിനെ ഫർണസിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ കടത്തിവിടുന്ന നോസിലിനെയാണ് നമ്മൾ എന്താ പറയാ, ട്യൂയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോഴ്സിങ് ദ ഹോട്ട് ബ്ലാസ്റ്റ്. ഓക്കെ, എയർ ഹോട്ട് എയറിനെ കടത്തിവിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, at what temperature does the melting zone in the blast furnace typically range during smelting? ഓക്കെ, സ്മെൽറ്റിംഗിന്റെ സമയത്ത് വരുന്ന ഏത് ടെമ്പറേച്ചർ സോൺ അല്ലെങ്കിൽ മെൽറ്റിംഗ് സോൺ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 500 to 800 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 1000 to 1700 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഓപ്ഷൻ സി 200 to 400 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഡി 800 to 1000 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്, 1000 to 17,000. ഓക്കെ, 1700 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is pig iron refined and remelted after smelting? എന്താണ് വീണ്ടും ഇപ്പോ എന്താണ് പിഗ് അയൺ നമുക്ക് സ്മെൽറ്റിംഗ് വഴിയാണ് കിട്ടുന്നത് പറഞ്ഞില്ലേ, ബ്ലാസ്റ്റ് ഫർണസിൽ സ്മെൽറ്റ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, പിഗ് അയൺ കിട്ടുന്നത് പറഞ്ഞു. അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം എന്തിനാണ് വീണ്ടും അതിനെ റീമെൽറ്റ് ചെയ്യുന്നതാണ് ചോദ്യം അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ ഓപ്ഷൻ എ ടു ഇൻക്രീസ് ഇറ്റ്സ് കാർബൺ കണ്ടന്റ്, ഓപ്ഷൻ ബി ടു മേക്ക് ഇറ്റ് ഹാർഡർ ആൻഡ് ബ്രിറ്റിൽ, ഓപ്ഷൻ സി ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, ആൻഡ് ഓപ്ഷൻ ഡി ടു യൂസ് ഇറ്റ് ഡയറക്ട്ലി ഇൻ മാനുഫാക്ചറിങ് ആർട്ടിക്കിൾ. അപ്പൊ നമുക്ക് പിഗ് അയണിനെ കുറിച്ച് പറയാണ്. പിഗ് അയൺ ആണ് നമുക്ക് എന്താണ് അയണിന്റെ ഓറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പിഗ് അയൺ ആണ് അല്ലെ. ഈ പിഗ് അയണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള അയണിന്റെ പ്രൊഡക്ട്സ് ഇപ്പൊ എന്താ പറയാ, കാസ്റ്റ് അയൺ ആയാലും റോട്ട് അയൺ ഒക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, പിഗ് അയൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്, ടു ഇൻക്രീസ് കാർബൺ കണ്ടന്റ് കൂട്ടാനാണോ, ടു മേക്ക് ഇറ്റ് ഹാർഡർ ആൻഡ് ബ്രിറ്റിൽ ആക്കാനാണോ, ആൻഡ് ടു യൂസ് ഇറ്റ് ഡയറക്ട്ലി ഇൻ മാനുഫാക്ചറിങ് ആർട്ടിക്കിൾ ആണോ, ആൻഡ് ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പൊ ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നത് എന്തായിരിക്കും, നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പൊ അതില് എന്താണ് പിഗ് അയൺ അബ്സോർബ് കാർബൺ, സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ് ആൻഡ് മാഗ്നീസ് ഡ്യൂറിങ് സ്മെൽറ്റിംഗ്. ഹൈ കാർബൺ കണ്ടന്റ് മേക്ക് പിഗ് അയൺ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ, അൺസ്യൂട്ടബിൾ ഫോർ യൂസ്ഫുൾ ആർട്ടിക്കിൾസ്. അപ്പൊ എന്താണ് പിഗ് അയണിൽ കാർബൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ് ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ ആണ്. ഓക്കെ, കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ അത് എന്തായിട്ട് മാറും, ഹാർഡ് ആയിട്ട് മാറും. ഹാർഡ്നെസ് കൂടുമ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടോ ബ്രിട്ടിൽനെസ്സും കൂടും. ഓക്കെ,
അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, റിഫൈൻഡ് ആൻഡ് റീമെൽറ്റഡ് ഫോർ പ്രൊഡ്യൂസിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കാർബൺ കണ്ടന്റ് കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റീമെൽറ്റ് ചെയ്യും. റീമെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്തായിരിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ, അപ്പോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിഗ് അയണിനെ റീമെൽറ്റ് ചെയ്യുന്നത് എന്ത്, ആഫ്റ്റർ സ്മെൽറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ യൂസിങ് ഗ്രേ കാസ്റ്റ് അയൺ ഇൻ മെഷീൻ ടൂൾസ്? അപ്പോൾ നോക്കാം, ഗ്രേ കാസ്റ്റ് അയൺ ഇൻ മെഷീൻ ടൂൾസ് ആണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഈസി മെഷീനബിലിറ്റി, ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ എന്തായിരിക്കും ആൻസർ, എന്താ വരുന്നത്, ആൻസർ വരുന്നത് ഈസി മെഷീനബിലിറ്റി. ഓക്കെ, ഈസി മെഷീനബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഗ്രേ കാസ്റ്റ് അയൺ പ്രിഫേർഡ് ഫോർ മെഷീൻ ബേസസ് ആൻഡ് സ്ലൈഡ് വേസ്? അപ്പോൾ എന്താണ്, ഓപ്ഷൻ എ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ആഫ്റ്റർ ഏജിങ്, സി റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടിയർ, ആൻഡ് ഓപ്ഷൻ ഡി ഹൈ ഫ്ലൂയിഡിറ്റി ഡ്യൂറിങ് കാസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്, ഹൈ ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഈ ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി കാരണമാണ് നമ്മൾ എന്താണ് ഗ്രേ കാസ്റ്റ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാണ്, മെഷീന്റെ ബേസ്, ടേബിൾസ് ആൻഡ് സ്ലൈഡ് വേസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ, ബേസ്, സ്ലൈഡ് വേ ഇവിടെ പറഞ്ഞു, അതുപോലെ തന്നെ ടേബിൾ. ഓക്കെ, ടേബിൾ ഒക്കെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, ഗ്രേ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂ ടു എന്താണ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ആഫ്റ്റർ ഏജിങ് ആണ് വരുന്നത്. ഓക്കെ, and next question, what is the primary role of graphite in gray cast iron? അപ്പോൾ ഓപ്ഷൻ എ enhancing tensile strength, ഓപ്ഷൻ ബി providing lubrication, ഓപ്ഷൻ സി increasing hardness, ഓപ്ഷൻ ഡി improving corrosion resistance. എന്തായിരിക്കും ആൻസർ, പ്രൊവൈഡിങ് ലൂബ്രിക്കേഷൻ. ഓക്കെ, എന്താണ് ഇപ്പോ ഇപ്പൊ ഗ്രാഫൈറ്റ് ഉള്ളെങ്കിൽ എന്താണ്, an excellent bearing and sliding surface കിട്ടും. ഓക്കെ, എന്താണ്, അപ്പൊ ഗ്രേ കാസ്റ്റ് അയണിലെ ഗ്രാഫൈറ്റിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് എന്താണ്, പ്രൊവൈഡിങ് ലൂബ്രിക്കേഷൻ. ഓക്കെ, പിന്നെ വൈ ഇസ് ഗ്രേ കാസ്റ്റ് അയൺ അലോയ്ഡ് വിത്ത് നിക്കൽ, ക്രോമിയം, വനേഡിയം ഓർ കോപ്പർ? എന്താണ്, ടു ഇൻക്രീസ് ബ്രിട്ടിൽനെസ്, to lower the melting point, to improve toughness and to enhance machinability. ഓക്കെ, അപ്പൊ എന്താണ്, ടു ഇംപ്രൂവ് ടഫ്നെസ്. ഓക്കെ, ടഫ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എന്ത്, നിക്കൽ, ക്രോമിയം, വനേഡിയം അല്ലെങ്കിൽ കോപ്പർ എന്ത് ചെയ്യുന്നത്, ഗ്രേ കാസ്റ്റ് അയണിൽ ചേർക്കുന്നത്. എന്താണ്, അലോയ്ഡ് വിത്ത് നിക്കൽ, ക്രോമിയം, വനേഡിയം ഓർ കോപ്പർ ടു എൻഹാൻസ് എന്താണ്, ടഫ്നെസ്, ടു എൻഹാൻസ് ടഫ്നെസ് അല്ലെങ്കിൽ ടു ഇംപ്രൂവ് toughness. Why is white cast iron used in certain components? Okay, white cast iron എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ എന്താണ്, ഈസി മെഷീനബിലിറ്റി, ഹൈ ഡക്ടിലിറ്റി, അബ്രഷൻ റെസിസ്റ്റൻസ്, അടുത്തെന്താ, റെസിസ്റ്റൻസ് ടു ഹീറ്റ് അല്ലേ. അപ്പൊ എന്താ പറയാ, നമ്മുടെ വൈറ്റ് കാസ്റ്റ് അയണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് ചലഞ്ചിങ് ടു മെഷീൻ ആണ്. ഓക്കെ, എന്താണ്, വെരി ഹാർഡ് ആൻഡ് ചലഞ്ചിങ് ടു, നമുക്ക് മെഷീൻ ചെയ്യാൻ നല്ല പാടാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്പോണൻസ് റിക്വയറിങ് അബ്രഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താണ്, മെഷീൻ ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ അപ്പൊ എന്താണ്, നമ്മളത് എവിടെയോ യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ കമ്പോണന്റ് റിക്വയറിങ് അബ്രഷൻ റെസിസ്റ്റൻസ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരുന്നത്, ആൻസർ വരുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ സി ആണ്, എന്താണ്, അബ്രഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താ, മെഷീനബിലിറ്റി വളരെ കുറവ് തന്നെയാണ് ആർക്ക് വരുന്നത്, വൈറ്റ് കാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് മാലബിൾ കാസ്റ്റ് അയൺ ഡിഫറെന്റ് ഫ്രം ഗ്രേ കാസ്റ്റ് അയൺ? ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ്, ഓപ്ഷൻ എ ലോവർ ടെൻസൈൽ സ്ട്രെങ്ത്, ബി ഇൻക്രീസ്ഡ് ഡക്ടിലിറ്റി ആൻഡ് ടഫ്നെസ്, ഓപ്ഷൻ സി ലോവർ ഹാർഡ്നെസ് ആൻഡ് ഓപ്ഷൻ ഡി പുവർ റെസിസ്റ്റൻസ് ടു ഫെയർ. എന്താണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസ് ഡക്ടിലിറ്റി
ആൻഡ് ടഫ്നെസ്. ഇൻക്രീസ് ഡക്റ്റിലിറ്റി ആൻഡ് ടഫ്നെസ്. അപ്പൊ എന്താണ്, ഗ്രേ കാസ്റ്റ് അയണേക്കാൾ ഡക്റ്റിലിറ്റിയും അതുപോലെ തന്നെ ടഫ്നെസ്സും കൂടുതൽ ആർക്കാണ്, മാലിയബിൾ കാസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് നോഡുലാർ കാസ്റ്റ് അയൺ ഡിഫറെന്റ് ഫ്രം മാലിയബിൾ കാസ്റ്റ് അയൺ? ഓക്കെ, ഓപ്ഷൻ എ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ്, ബി lower melting point, option C resistance to air, option D lack of ductility. അപ്പൊ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ്, പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, വാട്ട് ഈസ് അനദർ ടേം ഫോർ നോഡുലാർ കാസ്റ്റ് അയൺ? ഓക്കെ, നോഡുലാർ കാസ്റ്റ് അയണിന്റെ വേറൊരു പേര്. ഓക്കെ, ബ്രിട്ടിൽ അയൺ, സ്ഫിരോഡിക്കൽ ഗ്രാഫൈറ്റ് അയൺ, ചിൽഡ് കാസ്റ്റ് അയൺ ആൻഡ് വൈറ്റ് അയൺ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ വരുന്നത്? നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ഫിരോഡിക്കൽ ഗ്രാഫൈറ്റ് അയൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോഡൽ കാസ്റ്റ് അയൺ വേറെ പേരിൽ നമ്മൾ അറിയപ്പെടും അല്ലെ? ഏതൊക്കെയാണ് നോഡൽ കാസ്റ്റ് അയൺ നമ്മൾ വേറെ പേരിൽ അറിയപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, പിന്നെന്താ അടുത്തത് വരുന്നതാണ് എന്ത്? നോഡുലർ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, അല്ലെങ്കിൽ എന്താണ്, സ്ഫിരോഡിയൽ കാസ്റ്റ് അയൺ. And next question, what is the primary content of wrought iron? Okay, wrought ironle primary content. Option A carbon, option B silicon, option C iron, option D manganese. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഓപ്ഷനിൽ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം, wrought iron. ഓക്കെ, wrought iron. അപ്പൊ എന്താണ്, അയൺ ആണ് പ്രൈമറി കണ്ടന്റ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. And next question, what happens to wrought iron when heated? Okay, wrought iron heat ചെയ്താൽ എന്താവുന്നതാണ് ചോദ്യം. ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് മെൽസ് ഈസിലി, ഓപ്ഷൻ ബി it becomes pasty and can be forged, option C it harden and become brittle, and option D it turns into liquid state. Okay, അപ്പൊ എന്താണ്, അപ്പൊ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇറ്റ് ബിക്കംസ് പേസ്റ്റി ആൻഡ് ക്യാൻ ബി ഫോർജ്ഡ്. ഓക്കെ, അപ്പൊ എന്താണ്, റോട്ട് അയൺ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ ഉണ്ടാവുക, ഇറ്റ് ബിക്കം പേസ്റ്റി ആൻഡ് ക്യാൻ ബി ഫോർജ്ഡ് ഇൻ ടു എനി ഷേപ്പ്. ഓക്കെ, എന്താണ്, നമുക്ക് റോട്ട് അയണിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു പേസ്റ്റി ഫോം ആണ് കിട്ടുന്നത് അല്ലെ? ആ പേസ്റ്റി ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which process is used to produce wrought iron in large quantities? Okay, wrought ironന്റെ പ്രോസസ് ഏതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ കാസ്റ്റിംഗ് ഉണ്ട്, സ്മെൽറ്റിംഗ് ഉണ്ട്, ഫോർജിങ് ഉണ്ട്, പുഡ്ലിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? പുഡ്ലിംഗ് പ്രോസസ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ബാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്ത വരുന്ന നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, നമ്മളൊരു മെറ്റീരിയലിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്ത്, കാസ്റ്റിംഗ് അതുപോലെ തന്നെ ഫോർജിങ് ഒക്കെ അല്ലെ? അപ്പൊ അതിൽ സ്മെൽറ്റിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞു എന്തായിരുന്നു, പിഗ് അയൺ ആയിരുന്നു അല്ലെ? പിഗ് അയണിന്റെ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ച് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. റോട്ട് അയണിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, പുഡ്ലിംഗ് പ്രോസസ് ആണ്. കുപ്പോള ഫർണസ് ഫോർ എന്താണ്, കാസ്റ്റ് അയൺ. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പുഡ്ലിംഗ് പ്രോസസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റോട്ട് അയൺ? എന്താണ്? ഓപ്ഷൻ എ ആഡിങ് കാർബൺ, ഓപ്ഷൻ ബി റിമൂവിങ് സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ്, ഓപ്ഷൻ സി ഇൻക്രീസിങ് ഹാർഡ്നെസ്, ആൻഡ് ഓപ്ഷൻ ഡി പ്രൊഡ്യൂസിങ് ഗ്രാഫൈറ്റ്. അപ്പൊ എന്തായിരിക്കും? അപ്പോ നമ്മുടെ റോട്ട് അയൺ എങ്ങനെയാണ്? റോട്ട് അയൺ ഇസ് മെയ്ഡ് ബൈ റിഫൈനിങ് എന്താണ്, പിഗ് അയണിനെ റിഫൈൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റീമെൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റോട്ട് അയൺ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇത് റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, റിഫൈനിങ് റിമൂവ് സിലിക്കൺ, എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് ആൻഡ് കൺവേർട്ട് ഗ്രാഫൈറ്റ് ടു കമ്പൈൻഡ് എന്താണ്, കാർബൺ. ഓക്കെ, ഇപ്പോ റോട്ട് അയണിനെ പുഡ്ലിംഗ് പ്രോസസ്സിൽ, ഇപ്പൊ പിഗ് അയണിനെ പുഡ്ലിംഗ് പ്രോസസ്സിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്, എന്താണ്, റിഫൈനിങ് എന്താണ്, റിമൂവ്സ് സിലിക്കൺ. ഓക്കെ, സിലിക്കൺ റിമൂവ് ആവുന്നുണ്ട്, ഫോസ്ഫറസ് റിമൂവ് ആവുന്നുണ്ട്, ആൻഡ് കൺവേർട്ട് ഗ്രാഫൈറ്റ് ടു കമ്പൈൻഡ് കാർബൺ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, റിമൂവിങ് സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ പുഡ്ലിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പുഡ്ലിംഗ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം അല്ലെ, എന്താണ് പുഡ്ലിംഗ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ എന്താണ്?
ഓക്കെ, അപ്പൊ ഇതെന്താണ്? പിഗ് അയൺ ആണ്. ഓക്കെ, നമ്മൾ പിഗ് അയണിനെ പുഡ്ലിംഗ് പ്രോസസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റോട്ട് അയൺ കിട്ടുന്നത്. ഓക്കെ, പിഗ് അയണിന്റെ പ്രോസസ് ബ്ലാസ്റ്റ് ഫർണസിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആസ്റ്റൺ പ്രോസസ്? അപ്പൊ എന്താണ്? ഓപ്ഷൻ എ, ടു ഇൻക്രീസ് കാർബൺ കണ്ടന്റ് ഇൻ പിഗ് അയൺ. ഓപ്ഷൻ ബി, ടു റിഫൈൻ molten pig iron and steel scrap. Option C, to produce steel scrap. Option D, to cool molten metal. ഓക്കെ, ഇപ്പൊ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ ഇപ്പൊ ആസ്റ്റൺ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം നമ്മളിപ്പോ റോട്ട് അയൺ കിട്ടുന്നതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? മോഡേൺ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ആസ്റ്റൺ പ്രോസസ് എന്ന് പറയുന്നത്. Next question, what is the role of open hearth furnace in the Aston process? To pour molten metal into a hydraulic press, to form rectangular block known as bloom, to refine metal in the iron silicate stage, and D, to produce slag. അപ്പൊ എന്തായിരിക്കും ആൻസർ? എന്താ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു റിഫൈൻ മെറ്റൽ ഇൻ ദ അയൺ സിലിക്കേറ്റ് സ്റ്റേജ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, അപ്പൊ എന്താണ്? റോട്ടയന്റെ പ്രോസസ് ആണ് ആസ്റ്റൺ പ്രോസസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ പുഡ്ലിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? റിഫൈനിങ് പ്രോസസ് ആയിരുന്നു ചെയ്തത് അല്ലെ. റിഫൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു? റിമൂവിങ് സിലിക്കൺ ആൻഡ് അതുപോലെ തന്നെ എന്തായിരുന്നു? അപ്പോ ഫോസ്ഫറസ് ഒക്കെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രാഫൈറ്റിനെ കാർബൺ ആക്കുക ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പോ ആസ്റ്റൺ പ്രോസസ്സും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടൈനിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടു റിഫൈൻ മെറ്റൽ ഇൻ ദ അയൺ സിലിക്കേറ്റ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് പ്രോട്ടൈൻ ഇൻ ടേംസ് ഓഫ് കാർബൺ? ഓക്കെ, കാർബൺ കണ്ടന്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ 0.1 to 0.2%. ഓപ്ഷൻ ബി 0.02 to 0.03%. ഓപ്ഷൻ സി 0.05 to 0.2%. ആൻഡ് ഓപ്ഷൻ ഡി 0.02 to 0.04%. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 0.02 to 0.03% ആണ് വരുന്നത്. അപ്പൊ നമുക്ക് റോട്ട് അയണിന്റെ ഇതിൽ പറയുമ്പോൾ മെയിൻ ആയിട്ട് റോട്ട് അയണിൽ വരുന്നത് എന്തൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, മാഗ്നീസ്, സൾഫർ ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്? റോട്ട് അയണിൽ വരുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇതാണ് എന്ത്? കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സിലിക്കൺ എത്രയാണ്? സിലിക്കൺ ഉള്ളത് 0.1 to 0.2% എന്തുണ്ട്? സിലിക്കൺ ഉണ്ട്. ആൻഡ് സൾഫർ എത്രയുള്ളത്? 0.02 to 0.04%. അതുപോലെ തന്നെ ഫോസ്ഫറസ് എത്രയാണ്? 0.05 to 0.2%. ആൻഡ് നമുക്ക് എന്തും കൂടി ഉണ്ട്? ഒരു മാഗ്നീസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ മാഗ്നീസ് നമുക്ക് വരുന്നത് എത്രയാണ്? 0.02 to 0.1% ആണ് ആര് വരുന്നത്? മാഗ്നീസ് വരുന്നത്. അപ്പോ റോട്ട് അയണിന്റെ മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഓക്കെ, അയൺ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സിലിക്കൺ, കാർബൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് മാഗ്നീസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പെർസെന്റേജ് പറയുന്നത് എത്രയാണ്? സിലിക്കൺ 0.1 to 0.2%. കാർബൺ എന്ന് പറയുമ്പോൾ 0.02 to 0.03%. ഫോസ്ഫറസ് 0.05 to 0.2%. ആൻഡ് സൾഫർ 0.02 to 0.04%. ആൻഡ് മാഗ്നീസ് 0.02 to 0.1%. Okay. Next, what is one of the properties of wrought iron that makes it suitable for marine work? Okay, marine വർക്കിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടി എന്താണ് ചോദ്യം. ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ ഹൈ ഹാർഡ്നെസ്. ഓപ്ഷൻ ബി മാഗ്നറ്റിസം റിട്ടൻഷൻ. ഓപ്ഷൻ സി കൊറോഷൻ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ഡി ലോ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ എന്തായിരിക്കും? മറൈൻ വർക്കിന് വേണ്ടിയിട്ടാണ് അല്ലെ മെയിൻ ആയിട്ട്. അപ്പൊ എന്തായിരിക്കും? കൊറോഷൻ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ,
നെക്സ്റ്റ്, ഇൻ വിച്ച് ടെമ്പറേച്ചർ റേഞ്ച് ഈസ് റോട്ട് അയൺ ഈസി ടു ഫോറസ്റ്റ്. ഓക്കെ, ഏത് ടെമ്പറേച്ചറിലാണ് റോട്ട് അയൺ ഈസി ടു ഫോറസ്റ്റ്? അപ്പോൾ ഓപ്ഷൻ വരുന്നത് എത്രയാണ്? 850 ടു 3 എന്താണ് 1350 ആണ് വരുന്നത്. 850 ടു 1350 ആണ് എന്ത് റോട്ട് അയണിന്റെ ഈസി ടു ഫോർജ് ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ കോമ്പോസിഷൻ ഓഫ് സ്റ്റീൽ? ഓക്കെ, സ്റ്റീലിന്റെ എന്താണ് ഫണ്ടമെന്റൽ കോമ്പോസിഷൻ എന്താണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണുള്ളത്? ഓപ്ഷൻ എ അയൺ ആൻഡ് അലുമിനിയം, ഓപ്ഷൻ ബി അയൺ ആൻഡ് കാർബൺ, ഓപ്ഷൻ സി അയൺ ആൻഡ് സിലിക്കൺ, ഓപ്ഷൻ ഡി അയൺ ആൻഡ് നിക്കൽ. ഇപ്പൊ ഓപ്ഷൻ ബി അയൺ ആൻഡ് കാർബൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, നമുക്കറിയാം നമ്മൾ സ്റ്റീലിനെ എങ്ങനെയൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോ കാർബൺ സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, അതുപോലെ തന്നെ എന്താണ് ഹൈ കാർബൺ സ്റ്റീൽ, അങ്ങനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് കാർബണിന്റെ കണ്ടന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താണ് അയണിന്റെയും കാർബണിന്റെയും അതുപോലെ തന്നെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ കൂട്ടുകൾ മിക്സ് നമ്മൾ പറയാ സ്റ്റീൽ എന്ന് പറയാം അല്ലെ. അപ്പൊ അതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? അയൺ ആൻഡ് കാർബൺ ആണ്. ഓക്കെ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ കാർബൺ പ്രസന്റ് ഇൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽ? ഓക്കെ, പ്ലെയിൻ കാർബൺ സ്റ്റീലില് കാർബൺ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ചോദ്യം. ഓപ്ഷൻ എ ലിക്വിഡ് സ്റ്റേറ്റ്, ഓപ്ഷൻ ബി ഗേഷ്യസ് സ്റ്റേറ്റ്, ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കമ്പൈൻഡ് സ്റ്റേറ്റ്. ഓക്കെ, എത്രയാണ്? ഓപ്ഷൻ ഡി കമ്പൈൻഡ് സ്റ്റേറ്റ് ആണ്. അപ്പം വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെഡ് മൈൽഡ് സ്റ്റീൽ? ഓക്കെ, എന്താണ് ഡെഡ് മൈൽഡ് സ്റ്റീൽ? ഓപ്ഷൻ എ ഹൈ ഹാർഡ്നെസ്, ഓപ്ഷൻ ബി ഹൈ ഡക്റ്റിലിറ്റി, ഓപ്ഷൻ സി low carbon content, and option D used for making springs. Okay, എന്താണ് ഓപ്ഷൻ ബി ഹൈ ഡക്റ്റിലിറ്റി ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഡെഡ് മൈൽഡ് സ്റ്റീലിന്റെ കാർബൺ കണ്ടന്റ് നമുക്ക് വരുന്നത് എത്രയാണ്? ഡെഡ് മൈൽഡ് സ്റ്റീലിന്റെ കാർബൺ കണ്ടന്റ് നമുക്ക് വരുന്നത് 0.12 എത്രയാണ്? 0.125% ആണ് എന്ത് കാർബൺ കണ്ടന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ എന്താണ് ഇറ്റ് ഈസ് എന്താണ് ഹൈ ഡക്റ്റിലിറ്റി ആണ് എന്ത് നമുക്ക് ഉള്ളത്. ഡെഡ് മൈൽഡ് സ്റ്റീലിന് എന്താണ് ഹൈ ഡക്റ്റിലിറ്റി ആണ്. അതുപോലെ തന്നെ ഇതിന്റെ യൂസ് വരുന്നത് നമുക്ക് എവിടേക്കാണ്? യൂസ്ഡ് ഫോർ മേക്കിംഗ് വയർ, സ്റ്റീൽ റോഡ്, തിൻ ഷീറ്റ്സ് ആൻഡ് എന്താണ് സോളിഡ് ഡ്രോൺ ട്യൂബ്സ്. ഓക്കെ, നമുക്ക് എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ വലിച്ചു നീട്ടാനുള്ള കഴിവാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. എന്തൊക്കെയാണ്? വയറ്, സ്റ്റീൽ റോഡ്, അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഡ്രോയിങ് പ്രോസസ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ട്യൂബ് ഒക്കെ നിർമ്മിക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡെഡ് മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താണ് വാട്ട് ഈസ് ദ കാർബൺ കണ്ടന്റ് റേഞ്ച് ഓഫ് മൈൽഡ് സ്റ്റീൽ? ഓക്കെ, എന്തൊക്കെയാണ്? ഓപ്ഷൻ എ 0.1 to 0.125%, ഓപ്ഷൻ ബി 0.15 to 0.3%, ഓപ്ഷൻ സി 0.3 to 0.5%, ഓപ്ഷൻ ഡി 0.5 to 0.5%. അപ്പൊ നമുക്ക് എത്ര വരുന്നത്? 0.15 to 0.3%. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ? ഓക്കെ, എന്താണ് മീഡിയം കാർബൺ സ്റ്റീലിന്റെ എന്താണ് പ്രൈമറി യൂസ് എന്താണെന്നാണ് ചോദ്യം. എന്താ? മേക്കിംഗ് വയർ റോപ്സ്, ജനറൽ വർക്ക്ഷോപ്പ് പർപ്പസസ്, ഓപ്ഷൻ സി മേക്കിംഗ് സ്പ്രിങ്സ്, ഓപ്ഷൻ ഡി എന്താണ് സ്ട്രക്ചറൽ സെക്ഷൻസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ വരുന്നത് എന്താണ്? മേക്കിംഗ് സ്പ്രിങ്സ് ആണ്. ഓക്കെ, വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഹൈ കാർബൺ സ്റ്റീൽ ഫ്രം ദ മീഡിയം കാർബൺ റേഞ്ച്? ഓക്കെ, അപ്പൊ എന്താണ് വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഹൈ കാർബൺ സ്റ്റീൽ ഫ്രം ദ മീഡിയം കാർബൺ സ്റ്റീൽ? എന്താണ്? ഓപ്ഷൻ എ ഗ്രേറ്റർ ഡക്റ്റിലിറ്റി,
ഓപ്ഷൻ ബി higher toughness, option C lesser hardness, ഓപ്ഷൻ ഡി യൂസ്ഡ് ഫോർ മേക്കിംഗ് വുഡ് ചിസൽ. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്ത്? ലെസർ ഹാർഡ്നെസ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. Okay, what is the carbon content range of high carbon steel used for making hand file, drill and razors? അപ്പോൾ ആൻസർ എത്ര വരുന്നത്? 1.1% to 1.4%. Which properties emphasized in high carbon steel? Okay, എന്താണ്? എന്ത് പ്രോപ്പർട്ടീസ് ആണ്? ഹാർഡ്നെസ്. ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എക്സ്ട്രാക്ടിങ് കോപ്പർ? എന്താണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി മാലസൈറ്റ്, ഓപ്ഷൻ സി ഹെമറ്റൈറ്റ്, ഓപ്ഷൻ ഡി പൈറൈറ്റ്. ഓക്കെ, എന്താണ്? അപ്പൊ നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എക്സ്ട്രാക്ടിങ് കോപ്പർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതിൽ ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി മാലസൈറ്റ്, ഓപ്ഷൻ സി ഹെമറ്റൈറ്റ്, ഓപ്ഷൻ ഡി പൈറൈറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി മാലസൈറ്റ് ആണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മാലസൈറ്റും പൈറൈറ്റും, ഓക്കെ, മാലസൈറ്റ് ആൻഡ് പൈറൈറ്റ് ആ എന്താണ് കോപ്പർ ഓർ തന്നെയാണ്. അപ്പൊ അതില് മാലസൈറ്റിന്റെ കാർബൺ അല്ല കോപ്പർ കണ്ടന്റ് എന്ന് പറയുന്നത് 55% ആണ്. മാലസൈറ്റിന്റെ കോപ്പർ കണ്ടന്റ് എന്ന് പറയുന്നത് 55%, പൈറൈറ്റിന്റെ വരുന്നത് 32%. ഓക്കെ, എന്താ മാലസൈറ്റിന്റെ 55%, പൈറൈറ്റിന്റെ 32% വരുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈമറി സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? മാലസൈറ്റ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബോക്സൈറ്റ് എന്തിന്റെയാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ആൻഡ് ഹെമറ്റൈറ്റ് എന്താ? അയണിന്റെ. ഓക്കെ, അയണിന്റെ ഓറാണ് എന്ത്? ഹെമറ്റൈറ്റ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് എ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഓഫ് കോപ്പർ സ്ട്രക്ചർ വെൻ ഇറ്റ് ഈസ് ഫ്രാക്ചേർഡ്? ഓക്കെ, എന്താണ്? ബി ഗ്രാനുലർ, ഓപ്ഷൻ സി പോറസ്, ഓപ്ഷൻ ഡി അമോർഫസ്. ഓക്കെ, എന്താ ആൻസർ? ഗ്രാനുലാർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ നമുക്ക് കോപ്പറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയും മനസ്സിലാവും. എന്താണ്? കോപ്പർ ഒരു റെഡിഷ് കളർ ആണ് അല്ലെ. ആൻഡ് ഗ്രാനുലാർ സ്ട്രക്ചർ വെൻ ഫ്രാക്ചേർഡ്, ഫൈബ്രസ് വെൻ ഫോർജ്ഡ് ഓർ റോൾഡ്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മള് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ അതിനൊരു ഗ്രാനുലാർ സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഫൈബ്രസ് വെൻ ഫോർജ്ഡ് ഓർ റോൾഡ്, റോൾ അല്ലെങ്കിൽ ഫോർജ് ചെയ്യുന്ന സമയത്ത് എന്താണ്? അതിനൊരു ഫൈബ്രസ് സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ്? വെരി മാലബിൾ ആൻഡ് ഡക്റ്റൈൽ, ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ഷീറ്റ്സ് ഓർ വയേഴ്സ്. ഓക്കെ, നമുക്കറിയാം കോപ്പറിന് മാലബിലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഡക്റ്റിലിറ്റിയും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഷീറ്റ്സും വയേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? കോപ്പർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എക്സലന്റ് കോപ്പർ കണ്ടക്ടർ ആണ് അല്ലെ. അല്ല, എക്സലന്റ് ഇലക്ട്രിക് കണ്ടക്ടർ ആണ് ആരെന്ന് പറയുന്നത്? കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചർ ഓഫ് കോപ്പർ സ്ട്രക്ചർ വെൻ ഇറ്റ് ഈസ് ഫ്രാക്ചേർഡ് ആണ്. അപ്പൊ ഫ്രാക്ചേർഡ് ആണെങ്കിൽ അതിനുള്ളത് എന്താണ്? ഗ്രാനുലാർ ആണ്. ഫ്രാക്ചേർഡ് ആകുമ്പോൾ ഗ്രാനുലാറും അതുപോലെ തന്നെ ഫൈബ്രസ് എന്താണ്? ഓക്കെ, ഫൈബ്രസ് വെൻ ഫോർജ്ഡ് ഓർ റോൾഡ്. ഓക്കെ, ഫ്രാക്ചേർഡ് ആകുമ്പോൾ ഗ്രാനുലാർ സ്ട്രക്ചറും ആൻഡ് ഫൈബ്രസ് വെൻ ഫോർജ്ഡ് ഓർ റോൾഡ്. ഓക്കെ, അപ്പൊ വൈ ഈസ് കോപ്പർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക് കേബിൾസ് ആൻഡ് അപ്പാരറ്റസ്? ഓക്കെ, ഓപ്ഷൻ എന്താ? ഓപ്ഷൻ എ ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് റെഡിഷ് ഇൻ കളർ, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. എന്താണ്? അതുപോലെ തന്നെ ഇറ്റ് ഈസ് റെഡിഷ് ഇൻ കളർ തന്നെയാണ്. ഇറ്റ് ഈസ് എ
കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് കേബിൾ ഉപയോഗിക്കാനുള്ള കാരണമാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്താണ് ഹീറ്ററിലൊക്കെ എന്ത് ഉപയോഗിക്കും? കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ വാട്ട് റീസൺ ഇസ് കോപ്പർ ഹൈലി യൂസ്ഡ് ഇൻ ബോയിലർ, ഫയർ ബോക്സസ്, വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസ് ആൻഡ് കെമിക്കൽ പ്ലാന്റ്സ്? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഹൈ ഡക്ടിലിറ്റി, ഓപ്ഷൻ ബി ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് ഗുഡ് ഹീറ്റ് കണ്ടക്ഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഗ്രാനുലാർ സ്ട്രക്ചർ. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? റെസിസ്റ്റൻസ് ടു കൊറോഷൻ. അപ്പൊ നമ്മൾ ഇതെന്താ ബോയിലറിന്റെ ഫയർ ബോക്സിലും അതുപോലെ തന്നെ വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ പ്ലാന്റ്സ്. അപ്പൊ ഇവിടെ എന്തൊക്കെ എന്താണ്? വാട്ടർ ആയിട്ട് കോണ്ടാക്ട് വരുന്നതാണ് അല്ലെ. വാട്ടർ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് അവിടെ വേണ്ടുന്ന പ്രശ്നമാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? റെസിസ്റ്റൻസ് ടു കൊറോഷനും അതുപോലെ തന്നെ ഗുഡ് ഹീറ്റ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോപ്പർ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി അലോയിങ് എലമെന്റ് ഇൻ ബ്രാസ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ്? അലൂമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, ടിൻ ഉണ്ട്, ലെഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി സിങ്ക് ആണ്. ഓക്കെ, അപ്പോ ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോപ്പറിന്റെ അലോയ് ആണ് അല്ലെ. എന്താണ്? Cu പ്ലസ് സെഡൻ അല്ലെങ്കിൽ സിങ്ക് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഓക്കെ, ബ്രാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന കോപ്പറിന്റെ മറ്റൊരു എന്താ പറയാ മറ്റൊരു അലോയ് ആണ് എന്ത്? ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ കൂടുതൽ തെറ്റുന്നതാണ് അല്ലെ. ഓക്കെ, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് ടിന്ന്. ഓക്കെ, കോപ്പർ പ്ലസ് ടിന്നാണ് എന്തെന്ന് പറയുന്നത്? ബ്രോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of brass is most ductile and widely used in sheet metal pressing for deep drawing operations? അപ്പൊ എന്താണ്? ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ബ്രാസ്, ഓപ്ഷൻ ഡി കാർട്രിഡ്ജ് ബ്രാസ്, ഓപ്ഷൻ സി ബേസിക് ബ്രാസ്, ഓപ്ഷൻ ഡി മുൻസ് മെറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി കാർട്രിഡ്ജ് ബ്രാസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് എന്താണ്? കാർട്രിഡ്ജ് ബ്രാസില് 70-30 ആണ് നമുക്ക് എന്ത് വരുന്നത്? 70-30 ആണ് ഇപ്പൊ കോപ്പറിന്റെയും അതുപോലെ തന്നെ സിങ്കിന്റെയും പേഴ്സണേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? മോസ്റ്റ് ഡക്റ്റൈൽ ആണ്. ഓക്കെ, എന്താണ് കൂടുതലായിട്ട് വരുന്നത് കോപ്പർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഡക്റ്റിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഡക്റ്റിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വൈഡ്ലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ പ്രസ്സിംഗ് ഫോർ ഡീപ് ഡ്രോയിങ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the primary use of free cutting brass? Okay, what is the primary use of free cutting brass? Option A cold working, option B hot working and high speed machining, option C extrusion, option D jewelry making. എന്താണ്? നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഹോട്ട് വർക്കിംഗ് ആൻഡ് ഹൈ സ്പീഡ് മെഷീനിങ്. എന്താണ്? ഓപ്ഷൻ ബി ഹോട്ട് വർക്കിംഗ് ആൻഡ് ഹൈ സ്പീഡ് മെഷീനിങ് ആണ് വരുന്നത്. അപ്പൊ അതിലെന്താണ്? ഫ്രീ കട്ടിംഗ് ബ്രാസ് ആണ് അല്ലെ. അപ്പൊ ഫ്രീ കട്ടിംഗ് ബ്രാസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്? അതിൽ 58% കോപ്പർ ആണ്, 39% സിങ്ക് ആണ്, ആൻഡ് 3% ആണ് നമുക്ക് ഇത് വരുന്നത്? ലെഡ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? Cu, Zn ആൻഡ് ഇതാണ് PB അല്ലെങ്കിൽ ലെഡ് കണ്ടന്റ് വരുന്നത്. അപ്പൊ എന്താണ്? ഹോട്ട് വർക്കിംഗ് ആൻഡ് ഹൈ സ്പീഡ് മെഷീനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രീ കട്ടിംഗ് ബ്രാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്രാസ് ടൈപ്പ് ഈസ് വിർച്വലി മുൻസ് മെറ്റൽ പ്ലസ് എ ലിറ്റിൽ തിൻ ടു പ്രിവെന്റ് കൊറോഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സാൾട്ട് വാട്ടർ? ഓക്കെ, അപ്പൊ എന്താണ്? ഓപ്ഷൻ എ അഡ്മിറാലിറ്റി ബ്രാസ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ബ്രാസ്, ഓപ്ഷൻ സി നേവൽ ബ്രാസ് ആൻഡ് ഓപ്ഷൻ ഡി ബേസിക് ബ്രാസ്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, നേവൽ ബ്രാസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ കണ്ടന്റ് വരുന്നത്?
62, 37 and 1. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പോസിഷൻ വരുന്നത്. അതിൽ 62% എന്താണ്, കോപ്പർ ആണ്, 37% സിങ്ക് ആണ്, ആൻഡ് 1% എന്താണ്, ടിൻ ആണ് അല്ലേ. അപ്പോ ഇതില് എന്താണ്, ഈ ടിൻ ചേർക്കുന്നത് എന്താണ്, ടു പ്രിവെന്റ് കൊറോഷൻ. ഓക്കെ, കൊറോഷൻ ഇൻ പ്രസൻസ് ഓഫ് സോൾട്ട് വാട്ടർ. അപ്പൊ ടിന്ന് ഇതിൽ ചേർക്കുന്നതിനാണ് പ്രിവെന്റ് കൊറോഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സാൾട്ട് വാട്ടർ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ പറഞ്ഞു അല്ലെ, നമുക്ക് എന്തുണ്ട്, എന്താണ് നാവൽ ബ്രാസ് എന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് ബേസിക് ബ്രാസ് വരുന്നുണ്ട്. ഓക്കെ, ബേസിക് ബ്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 63% കോപ്പറും അതുപോലെ തന്നെ 37% സിങ്കും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബേസിക് ബ്രാസ് എന്ന് പറയാ. ആ ബേസിക് ബ്രാസിൽ 1% ടിന്നും കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, നേവൽ ബ്രാസ് എന്ന് പറയാ. അപ്പോൾ 1% സിങ്ക് നമ്മൾ ചേർക്കുന്നതിനാണ് ടു പ്രിവെന്റ് കൊറോഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സോൾട്ട് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ബേസിക് ബ്രാസ്? ഓക്കെ, ബേസിക് ബ്രാസിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, 63/37. ഓക്കെ, അപ്പൊ എന്താണ്, ഹൈ ഡക്ടിലിറ്റി, ചീപ്പ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്, സി എക്സലന്റ് ഫോർ ഹോട്ട് വർക്കിംഗ്, ഓപ്ഷൻ ഡി ലാക്ക് ഡക്ടിലിറ്റി, സൂട്ടബിൾ ഫോർ സിമ്പിൾ ഫോമിംഗ് ഓപ്പറേഷൻ. അതെന്താണ് ഇതെന്ന് പറയുമ്പോൾ ദ ചീപ്പസ്റ്റ് കോൾഡ് വർക്കിംഗ് ബ്രാസ് ആണ് എന്ത്, ബേസിക് ബ്രാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതിന് ലാക്ക് ഡക്ടിലിറ്റി, സൂട്ടബിൾ ഫോർ സിമ്പിൾ ഫോമിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്, ലാക്ക് ഡക്ടിലിറ്റി ആൻഡ് സൂട്ടബിൾ ഫോർ സിമ്പിൾ ഫോമിംഗ് ഓപ്പറേഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അഡ്മിറാലിറ്റി ബ്രാസ്? ഓക്കെ, അപ്പൊ ഇതിലെന്താണ് 70-29-1%. ഓക്കെ, 70-29-1 ഇതാണ് എന്ത്, പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. അതില് നമുക്കറിയാം അല്ലെ, CU 70, ZN 29 and 1% ടിന്നാണ്. അപ്പൊ എന്താണ്, എക്സ്ട്രൂഷൻ ആൻഡ് ഹോട്ട് സ്റ്റാമ്പിംഗ് പ്രോസസ്, പ്രിവെന്റിങ് കൊറോഷൻ ഇൻ സോൾട്ട് വാട്ടർ, ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി കോൾഡ് വർക്കിംഗ്. എന്താണ്, പ്രിവെന്റിങ് കൊറോഷൻ ഇൻ സോൾട്ട് വാട്ടർ. Okay, what is the primary difference between bronze and brass in terms of composition? Okay, എന്താണ് ബ്രോ, അപ്പൊ ഓപ്ഷൻ നോക്കാം. ബ്രോൺസ് കണ്ടെയ്ൻ അലുമിനിയം വൈൽ ബ്രാസ് കണ്ടെയ്ൻ സിങ്ക്. ഓപ്ഷൻ ബി, ബ്രോൺസ് കണ്ടെയ്ൻ ടിൻ വൈൽ ബ്രാസ് കണ്ടെയ്ൻ ഫോസ്ഫറസ്. നെക്സ്റ്റ്, ബ്രോൺസ് കണ്ടെയ്ൻ copper while brass contain tin, and option D, bronze contain zinc while brass contain tin. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ബ്രാസിന്റെ എങ്ങനെയായിരുന്നു, ബ്രാസിന്റെ ഇതെന്ന് പറയുന്നത് കോപ്പർ പ്ലസ് സിങ്ക് ആയിരുന്നു, ആൻഡ് ബ്രോൺസിന്റെ എന്തായിരുന്നു, കോപ്പർ പ്ലസ് ടിൻ ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ ഡി നോക്ക്, ബ്രോൺസ് കണ്ടെയ്ൻ സിങ്ക് വൈൽ ബ്രാസ് കണ്ടെയ്ൻ ടിൻ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് കളയാം. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സി എന്തായിരുന്നു, ബ്രോൺസ് കണ്ടെയ്ൻ കോപ്പർ വൈൽ ബ്രാസ് കണ്ടെയ്ൻ ടിൻ. ഓക്കെ, ബ്രാസിൽ എന്തായിരുന്നു, സിങ്ക് ആണുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഓപ്ഷൻ എ, ബ്രോൺസ് കണ്ടെയ്ൻ അലുമിനിയം വൈൽ ബ്രാസ് കണ്ടെയ്ൻ സിങ്ക്. അപ്പൊ നമുക്ക് ഇതും കളയാം. അപ്പൊ നമുക്ക് വരുന്ന എന്താണ്, ഓപ്ഷൻ ബി ആണ്, ബ്രോൺസ് കണ്ടെയ്ൻ ടിൻ വൈൽ ബ്രാസ് കണ്ടെയ്ൻ ഫോസ്ഫറസ്. എന്താണ്, ബ്രാസിൽ ഫോസ്ഫറസും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി, ബ്രോൺസ് കണ്ടെയ്ൻ ടിൻ വൈൽ ബ്രാസ് കണ്ടെയ്ൻ phosphorus. And next, which property makes bronze suitable for spring requiring good elastic property and corrosion resistance? എന്താണ്, സ്പ്രിങ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രോൺസിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്, അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്, ഓപ്ഷൻ എ ഡക്ടിലിറ്റി, ഓപ്ഷൻ ബി സിവിയർലി കോൾഡ് വർക്ക്, ഓപ്ഷൻ സി ലോ മെൽറ്റിംഗ് പോയിന്റ്, ആൻഡ് ഓപ്ഷൻ ഡി ആന്റി ഫ്രിക്ഷൻ പ്രോപ്പർട്ടീസ്. അപ്പൊ നമുക്ക് വരുന്നത് എന്താണ്, സിവിയർലി കോൾഡ് വർക്ക്. വാട്ട് ടൈപ്പ് ഓഫ് ബ്രോൺസ് ഈസ് യൂഷ്വലി കാസ്റ്റ് ഇൻ ടു റോഡ്സ് ആൻഡ് ട്യൂബ്സ് ഫോർ മേക്കിംഗ് ബെയറിംഗ് ബുഷസ് ആൻഡ് വോം വീൽസ്? എന്തൊക്കെയാണ്, ലോ ടിൻ ബ്രോൺസ്, ഡ്രോൺ ഫോസ്ഫർ ഓർ ബ്രോൺസ്, കാസ്റ്റ് ഫോസ്ഫർ ഓർ ബ്രോൺസ്, അഡ്മിറാലിറ്റി ഗൺ മെറ്റൽ. അപ്പൊ നമുക്ക് എന്താണ്, ഓപ്ഷൻ
സി ആണ് വരുന്നത്. എന്താണ്? കാസ്റ്റ് ഫോസ്ഫർ ബ്രോൺസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ട്? നമുക്ക് ലോ ടിൻ ബ്രോൺസിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഇതില് ലോ ടിൻ ബ്രോൺസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വരുന്നത് എന്താണ്? 96% കോപ്പർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 0.1 to 0.25% എന്താണ്? ഫോസ്ഫറസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 3.9 to 3.75% ആരാണ്? ടിൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 96% കോപ്പർ, 0.1 to 0.5% ഫോസ്ഫറസ്, 3.75 to 3.9 എന്താണ്? ടിൻ ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ അപ്ലിക്കേഷൻ എന്താണ്? ദിസ് അലോയ് ക്യാൻ ബി സിവിയർലി കോൾഡ് വർക്ക് ടു ഹാപ്പൺ ഹാർഡൻ ഇറ്റ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്? കോണ്ടാക്ട് ബ്ലേഡ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലോ ടിൻ ബ്രോൺസ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഡ്രോൺ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 94 0.1 to 0.5 and 5.5 to 5.9. ഓക്കെ, അപ്പൊ എന്താണ്? 94% കോപ്പറും 0.1 to 0.5% ഫോസ്ഫറസ് ആണ്, ആൻഡ് 5.5% to 5.9% എന്താ വരുന്നത്? ടിൻ ആണ് വരുന്നത്. അപ്പൊ എന്താ? സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡ്രോൺ ഫോസ്ഫർ ബ്രോൺസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെന്താണ്? ഇതിനെന്തുണ്ട്? അതുപോലെ തന്നെ വാൾ സ്പിൻഡിൽസ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡ്രോൺ ഫോസ്ഫറസ് ബ്രോൺസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് ഫോസ്ഫറസ് ബ്രോൺസ് എന്ന് പറയുമ്പോൾ അതിലെന്താണ്? 89.75 to 89.97. ഓക്കെ, എന്താണ്? 89.75 to 89.97% കോപ്പർ ആണ്. അതുപോലെ തന്നെ എന്താണ്? 2% സിങ്ക് വരുന്നുണ്ട്. ഓക്കെ, സിങ്ക് വരുന്നുണ്ട്. ഓക്കെ, സോറി, 2% അല്ല. എത്രയാണ്? സിങ്ക് അല്ല. ഓക്കെ, ടിൻ ആണ് വരുന്നത്. എത്രയാണ്? 0.3 to 0.25% സിങ്ക് വരുന്നുണ്ട്, ആൻഡ് 10% ടിൻ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അഡ്മിറാലിറ്റി ഗൺ മെറ്റൽ എന്ന് പറയുമ്പോൾ 88% കോപ്പറും അതുപോലെ തന്നെ 2% സിങ്കും അതുപോലെ തന്നെ ടിൻ എത്രയാണ്? 10% ടിന്നും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് പർപ്പസ് ഇസ് ലെഡഡ് ഗൺ മെറ്റൽ പ്രൈമർലി യൂസ്ഡ്? അപ്പൊ എന്താണ്? സാൻഡ് കാസ്റ്റിംഗ്, മേക്കിംഗ് സ്പ്രിംഗ്, ഇംപ്രൂവ് ടഫ്നെസ് ആൻഡ് മെഷീനിങ് പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ഡി, ലൈറ്റ്ലി ലോഡഡ് ബെയറിംഗ് വെയർ അലൈൻമെന്റ് ഈസ് ഡിഫിക്കൽട്ട്. എന്താണ്? ലൈറ്റ്ലി ലോഡഡ് ബെയറിംഗ് വെയർ അലൈൻമെന്റ് ഈസ് ഡിഫിക്കൽട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which bronze type is suitable for sand casting, producing fine-grained, pressure-tight components like pump and valve bodies? എന്താണ്? Low tin bronze, drawn phosphor bronze, cast phosphor bronze, and the Admiralty gun metal. അപ്പൊ എന്താണ്? Admiralty gun metal ആണ് വരുന്നത്. അപ്പൊ കുഴപ്പം ഇതാണ് അല്ലെ? എന്താണ്? 88% കോപ്പർ, 2% സിങ്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? 10% 10% ടിൻ ആണ് വരുന്നത്. അപ്പൊ എന്താണ്? സ്യൂട്ടബിൾ ഫോർ സാൻഡ് കാസ്റ്റിംഗ്, പ്രൊഡ്യൂസിങ് ഫൈൻ ഗ്രൈൻഡ്, പ്രഷർ ടൈറ്റ് കമ്പോണൻസ് ലൈക്ക് പമ്പ് ആൻഡ് വാൾവ് ബോഡീസ്. നെക്സ്റ്റ് എന്താ? ഫ്രം വിച്ച് ഓർ ഈസ് അലുമിനിയം പ്രൈമർലി എക്സ്ട്രാക്റ്റഡ്? അപ്പൊ എന്താണ്? നമുക്കറിയാലോ. ഓപ്ഷൻ എ അയൺ ഓർ, ഓപ്ഷൻ ബി കോപ്പർ ഓർ, ഓപ്ഷൻ സി സിങ്ക് ഓർ, ആൻഡ് ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ബോക്സൈറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് ഈ അലുമിനിയത്തിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരു നോൺ ഫെറസ് മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? വൈറ്റ് ഇൻ കളറാണ്, വൈറ്റ് ഓർ ഗ്രേ ഇൻ കളറാണ്. എന്താണ്? വൈറ്റ് ഓർ ഗ്രേ ഇൻ കളറാണ്. അതുപോലെ തന്നെ എത്രയാണ് അതിന്റെ ടെമ്പറേച്ചർ? ഇപ്പോ എന്താ പറയാ, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 660 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പൊ അലുമിനിയം.
അപ്പൊ എന്താ, വാട്ട് ഈസ് ദ കളർ ഓഫ് അലുമിനിയം? എന്താണ്? വൈറ്റ്. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിനിയം? 1000, 500, 660, 1200. എത്രയാണ്? 600. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which industries aluminum widely used due to its എന്താണ് ലൈറ്റ്നസ്? എന്തൊക്കെയാണ്? ഓട്ടോമോട്ടീവ്, കൺസ്ട്രക്ഷൻ, എയർക്രാഫ്റ്റ്, ഇലക്ട്രോണിക്സ്. എന്താണ്? എയർക്രാഫ്റ്റ് ആണ് വരുന്നത്. Which aluminum alloy is known as duralumin and is widely used for stressed components in aircraft? എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അലോയ് 1, ഓപ്ഷൻ ബി അലോയ് 2, ഓപ്ഷൻ സി അലോയ് 3 ആൻഡ് ഓപ്ഷൻ ഡി അലോയ് 4. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ ഡി അലോയ് 4 ആണ് വരുന്നത്. അപ്പൊ അലോയ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതില് നമുക്ക് വരുന്നത് ടൈറ്റാനിയം വരുന്നുണ്ട്, സിലിക്കൺ, അയൺ, മാഗ്നീസ്, മഗ്നീഷ്യം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതില് ടൈറ്റാനിയം 4.2%, സിലിക്കൺ വരുന്നത് 0.7%, അയൺ വരുന്നത് 0.7%, മാഗ്നീഷ്യം ഒക്കെ എന്താ വരുന്നത് 0.7%. അതല്ലാതെ ഒരു 0.3% അതർ മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതാണ് എന്ത് ഡ്യൂറാലിം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറാലിം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വരുന്നത്.